കോഴിക്കോട് കൂടരഞ്ഞിയിൽ തോക്കും തിരകളുമായി യുവാക്കൾ പിടിയിലായി. കൂടരഞ്ഞി സ്വദേശികളായ റിനോൺ, ടിബിൻ എന്നിവരാണ് പിടിയിലായത്. തിര നിറച്ച തോക്കും 5 തിരകളുമാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. ഫോറസ്റ്റ് സംഘം ഇവരെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ആണ് ചേരുന്നത്. ബെൻസൺ, ഈ തോക്കും തിരകളുമായി യുവാക്കളെ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്? ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ കൂടരഞ്ഞി കക്കാടംപൊയിൽ റോഡിൽ കള്ളിപ്പാറയിൽ വെച്ചാണ് സ്കൂട്ടറിൽ വരുന്നതായിരുന്ന ഈ 2 യുവാക്കളെ ഫോറസ്റ്റ് സംഘം പിടികൂടുന്നത്. ഇരുവരും കക്കാടംപൊയിൽ ഭാഗത്ത് നിന്നും കൂടരഞ്ഞിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അവിടെ വാഹന പരിശോധന നടക്കുന്നുണ്ടായിരുന്നു പുലർച്ചെ 3 മണിക്ക് ഫോറസ്റ്റ് സംഘത്തിന്റെ. ഈ വാഹന പരിശോധനയ്ക്കിടെ ഇവർ സ്കൂട്ടർ തിരികെ മടങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തുന്നു. ഫോറസ്റ്റ് സംഘത്തെ കണ്ട് തിരികെ പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇവരെ പിടികൂടുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ്. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ തോക്കും 5 തിരകളും ഇവരുടെ പക്കൽ നിന്ന് പിടികൂടുന്നത്. ഈ തോക്കിന് ലൈസൻസ് ഉണ്ട്, എന്നാൽ പക്ഷെ അത് ഇവരുടെ പേരിലല്ല, മറ്റൊരാളുടെ പേരിലാണ് തോക്കുള്ളതും. ലൈസൻസ് മറ്റൊരാളാണ്. അതിനാലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഇവർ നായാട്ടിന് പോയതാണ് എന്നാണ് ഫോറസ്റ്റ് സംഘം അവകാശപ്പെടുന്നത്. ഇവരെ കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ ഫോറസ്റ്റ് സംഘം ഈ 2 യുവാക്കളെയും മർദ്ദിച്ചതായി യുവാക്കൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. നിലവിൽ ഈ മലപ്പുറം ജില്ലയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ആളുകളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുകയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമോ എന്ന ഒരു ചോദ്യവും കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി പത്മ.